ഹായ് മക്കളെ, നിങ്ങളുടെ ശ്രീലക്ഷ്മി മിസ് ആണ്. ഈ ഓണം എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് ഇയറിലെ ആദ്യത്തെ എക്സാം ആണ്. അതിൽ ഫുൾ മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പല ആളുകളുണ്ട് അല്ലെ. ഫുൾ മാർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഉപരി നിങ്ങൾക്ക് എത്രത്തോളം അതിനു വേണ്ടി വർക്ക് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഔട്ട് കൊടുക്കാൻ പറ്റി എന്നുള്ളതിലാണ് അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. അതേപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഈ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും കേട്ടോ. കാരണം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ വരുന്നത്. ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി അതിന്റെ ആൻസർ എഴുതിയാൽ മാത്രമേ ഓണപരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്തിരിക്കണം, ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്തിരിക്കണം. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. നമ്മൾ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതെ വരെ ഒഴിവാക്കി എന്ന് വരാം. അങ്ങനെ ഒഴിവാക്കുന്ന സമയത്ത് സംഭവിക്കുന്ന എന്താണ്, നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള മാർക്ക് അവിടെ നമുക്ക് കുറയും. അപ്പൊ നമുക്ക് A+ കിട്ടുമോ, നമുക്ക് ഫുൾ മാർക്ക് കിട്ടുമോ? ഇല്ല. ചില ആളുകളുടെ മനസ്സിൽ കൺഫ്യൂസ്ഡ് ആണ്. ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ്? നമ്മൾ അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റുന്ന മാർക്ക് തന്നെയാണ് ഫുൾ മാർക്ക് എന്ന് പറയുന്നത്. കാരണം ഓണം എക്സാം ആയതുകൊണ്ട് പഠിക്കാനുള്ള പോർഷൻസ് കുറവാണ്. ആ പോർഷൻസിൽ നിന്ന് മാത്രമേ എക്സാമിന് ചോദിക്കുള്ളൂ. അപ്പൊ എക്സാമിന് ചോദിക്കുന്നതായിട്ടുള്ള കുറച്ച് ടോപ്പിക്സും കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ടഫ് ആയിട്ട് തോന്നുമെങ്കിലും അത് എങ്ങനെ ആൻസർ എഴുതാം, അത് എത്രത്തോളം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ദ മോളിക്കുലർ ഫോർമുല ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഇസ് C5H12O. ദ കോമ്പൗണ്ട് ഹാസ് എ ബൈവാലന്റ് ഓക്സിജൻ ഇൻ ഇറ്റ്. അതായത് ഇവിടെ നമുക്ക് ബൈവാലന്റ് ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ടു കോമ്പൗണ്ട്സ് ഫുൾഫില്ലിംഗ് ദീസ് കണ്ടീഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ദീസ് കോമ്പൗണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് ഐസോമറിസം എക്സിബിറ്റ് എന്നും ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് പല ആളുകൾ ചെയ്യുന്നത് എന്താ അറിയോ, മോളിക്കുലർ ഫോർമുല ഇത് എങ്ങനെയാണ് സ്ട്രക്ചർ ആക്കി മാറ്റുന്നത്, രണ്ട് സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കണം, ഫംഗ്ഷൻ ഗ്രൂപ്പ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം, ശ്രദ്ധിക്കുക. ഇതേപോലത്തെ ചോദ്യങ്ങളാണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ആൻസർ എഴുതാം, ആദ്യം നോക്കുക. നമുക്ക് വേണ്ട പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യാണ്. മോളിക്കുലർ ഫോർമുലയും അതുപോലെ തന്നെ ബൈവാലന്റ് ഓക്സിജൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 5 കാർബൺ ആറ്റം ആണ്. 1 2 3 4 5 കാർബൺ ആറ്റം വരച്ചു. ബൈവാലന്റ് ഓക്സിജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തേക്കും, അതായത് ഓക്സിജന്റെ രണ്ട് സൈഡിലും എന്തുണ്ട്, ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഓക്സിജനെ മാർക്ക് ചെയ്യാണ്. അതായത് ഓക്സിജന്റെ രണ്ട് സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളതുപോലെ ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഞാൻ ഹൈഡ്രജൻ കൊടുക്കുവാണേ. ഇവിടെ നമുക്കറിയാം 3 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെയും നമുക്ക് 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ. നിങ്ങൾ കൗണ്ട് ചെയ്തേ, 1 2 3 4 5 കാർബൺ ആറ്റം, 3 4 5 6 7 8 9 10 11 12 ഹൈഡ്രജൻ ആറ്റം, ഒരു ഓക്സിജൻ ആറ്റം വരച്ചു കഴിഞ്ഞു. ജസ്റ്റ് ഈ 2 പോയിന്റ് മനസ്സിലാക്കിയാൽ മതി. ഇനി 2 സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ 2 കോമ്പൗണ്ട്സ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 കോമ്പൗണ്ട്സ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഓക്സിജൻ നിങ്ങൾ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിന്റെ അടുത്താണ് വരച്ചതെങ്കിൽ നിങ്ങൾ രണ്ടാമത് വരയ്ക്കുന്ന സ്ട്രക്ചറിന്റെ ആ ഓക്സിജന്റെ പൊസിഷൻ ഒന്ന് മാറ്റിയാൽ മതി അല്ലേ. അപ്പൊ എനിക്ക് എങ്ങനെ വരയ്ക്കാം, CH3 CH2 CH2 എന്ത് ചെയ്യാണ്, ഞാൻ ഈ ഓക്സിജന്റെ സ്ഥാനത്ത് ഞാൻ CH2 എന്ന് എഴുതുന്നു. ഓക്സിജൻ ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റുന്നു. ഞാൻ എന്ത് ചെയ്തു, സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞു. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ both the compounds are having same molecular formula. എന്നാൽ എന്താണ്, ഈ പറയുന്ന ബൈവാലന്റ് ആയിട്ടുള്ള ഓക്സിജന്റെ രണ്ട് സൈഡിലുള്ള ഈ പറയുന്ന ആൽക്കൈൽ ഗ്രൂപ്പിന്റെ എണ്ണത്തിലാണ് ഡിഫറൻസ് വരുന്നത്. അത് ഏത് ടൈപ്പ് ഓഫ് ഐസോമറിസം ആണ്, ഇറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് മെറ്റാമറിസം. ഏതാണ്, മെറ്റാമറിസം ആണ്. അപ്പൊ ടൈപ്പ് ഓഫ് ഐസോമറും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. നമ്മൾ 2 കോമ്പൗണ്ട്സിനെ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി മിഡിലുള്ള ചോദ്യം എന്താണ്, വിച്ച് ഇസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ദസ്. ഈ O എന്ന് പറയുന്നത് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്, ഇറ്റ് ഇസ് ഈതർ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈതർ ആണെന്ന് എഴുതാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ചുരുങ്ങിയ 1 മിനിറ്റ് സമയം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിന്റെ ആൻസറിലേക്ക് നമ്മൾ എത്തിയത്. അതായത് 3 മാർക്കാണ് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ലഭിച്ചിരിക്കുന്നത്. അതേപോലെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. When carbon monoxide react with hydrogen in the presence of catalyst at 573 Kelvin, the product A is obtained. അതായത് കാർബൺ മോണോക്സൈഡിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഹൈഡ്രജൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പ്രൊഡക്റ്റ് A ഉണ്ടായിട്ടുണ്ട്. ആ A ഏതാണെന്നാണ് ചോദ്യത്തിൽ വരുന്നുണ്ടാവുക അല്ലെ. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. When A reacts with carbon monoxide in the presence of catalyst, a product B is obtained. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് A എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ A എന്ന് പറയുന്ന പ്രൊഡക്റ്റ്
പിന്നെയും കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കിട്ടി. അപ്പൊ ഞാൻ ആ വായിച്ച രണ്ട് ചോദ്യത്തിനെയും ഞാൻ റിയാക്ഷൻ ഫോമിലേക്ക് മാറ്റി കേട്ടോ. ഇവിടെ കാറ്റലിസ്റ്റിന്റെ സഹായമുണ്ട് ആൻഡ് ഓൾസോ അറ്റ് ദ ടെമ്പറേച്ചർ 573 കെൽവിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും എന്താണ്, കാറ്റലിസ്റ്റിന്റെ സഹായത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ആ റിയാക്ഷൻ നമ്മൾ നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രൊഡക്റ്റ് എങ്ങനെയാ എഴുതുക? നമ്മുടെ ഈ പറയുന്ന ഷോർട്സ്, നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഷോർട്സ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഷോർട്ടിന്റെ അകത്ത് ഇതിന്റെ പ്രിപ്പറേഷൻ, രണ്ടിന്റെയും പ്രിപ്പറേഷൻ പറയുന്നുണ്ട്. അവിടെ നമ്മൾ എടുത്തു പറഞ്ഞൊരു പോയിന്റ് ആണ്, വെൻ കാർബൺ മോണോക്സൈഡ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ നമുക്ക് എന്താ കിട്ടുന്നത്, നമുക്ക് മെത്തനോൾ CH3OH എന്ന് പറയുന്ന മെത്തനോൾ നമുക്ക് ലഭിച്ചു അല്ലെ. ഈ മെത്തനോളിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ടൻ സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ് ആക്കാൻ വേണ്ടിയിട്ട് 2H2 എന്ന് എഴുതി. അതായത് കാർബൺ മോണോക്സൈഡ് വെൻ ട്രീറ്റഡ് വിത്ത് ഏതാണ്, ഹൈഡ്രജൻ, നമുക്ക് എന്ത് കിട്ടി, മെത്തനോൾ കിട്ടി. അതേപോലെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഈ മെത്തനോളിനെ CH3OH എന്ന് പറയുന്ന ഈ മെത്തനോളിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് നമ്മൾ പിന്നെയും ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ലഭിക്കുന്നത്, ഇത് CH3COOH എന്ന് പറയുന്ന എഥനോയിക് ആസിഡ് ആണ് ലഭിക്കുന്നത്. അപ്പൊ മെത്തനോളിന്റെ പ്രിപ്പറേഷനും എഥനോയിക് ആസിഡിന്റെ പ്രിപ്പറേഷനുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ നിങ്ങളെടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ഐഡന്റിഫൈ A and B നമ്മൾ ചെയ്തു കഴിഞ്ഞു കേട്ടോ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ഹോമോലോഗി ഓഫ് B ഹാവിംഗ് 1 കാർബൺ ആറ്റം. എന്താണ് ചോദിച്ചത്, ഈ തന്നിരിക്കുന്ന ബിന്റെ ഒരു ഹോമോലോഗിയിൽ വരുന്ന ഒരു കാർബൺ ആറ്റം അടങ്ങിയ സ്ട്രക്ചർ എഴുതാനാണ്. പല ആളുകൾക്കും ആ ചോദ്യം കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം അറ്റൻഡ് ചെയ്യാതെ പോകുന്ന ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ 2 റിയാക്ഷൻ എഴുതി, രണ്ടിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടി. എന്നാൽ മൂന്നാമത്തത് സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടെ നമുക്ക് 2 കാർബൺ ആറ്റം അടങ്ങിയ കാർബോക്സിലിക് ആസിഡ് ആണ് തന്നിരിക്കുന്നത്, എഥനോയിക് ആസിഡ്. ഇവിടെ ചോദിച്ചത് ഒരു കാർബൺ ആറ്റം അടങ്ങിയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ് ആണ്. അതായത് ഒരു കാർബൺ ആറ്റം അടങ്ങിയ കാർബോക്സിലിക് ആസിഡ് ഏതായിരിക്കും, ഇറ്റ് ഈസ് CH. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ആദ്യം നമുക്ക് ഹൈഡ്രജൻ എഴുതാം കേട്ടോ. നമുക്ക് എങ്ങനെ എഴുതാം, HCOOH എന്ന് എഴുതാം. അതായത് HCOOH എന്ന് പറയുന്നത് ആരാണ്, ഇറ്റ് ഇസ് മെത്തനോയിക് ആസിഡ്. അതായത് ഒരു കാർബൺ ആറ്റം അടങ്ങിയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ് ഏതാണ്, ഇറ്റ് ഇസ് എ മെത്തനോയിക് ആസിഡ്. ഇവിടെ 2 കാർബൺ ആറ്റം ഉള്ളത് എത്തനോയിക് ആസിഡ്. ഇനി ഇവിടെ ചോദിച്ചത് 3 കാർബൺ ആറ്റം ആണെങ്കിൽ നിങ്ങൾ എന്താ എഴുതേണ്ടത്, പ്രൊപ്പനോയിക് ആസിഡ് എന്നാണ് എഴുതേണ്ടത് അല്ലേ. CH3CH2COOH എന്ന് പറയുന്നതാണ് എഴുതേണ്ടത്. സോ ക്വസ്റ്റ്യൻ ഒറ്റ വട്ടം വായിച്ചിട്ട് അത് ടഫ് ആണെന്ന് നിങ്ങൾ വിലയിരുത്തരുത്. നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ തീർച്ചയായിട്ടും അത് 2 വട്ടം വായിച്ചിട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, അടുത്തേക്ക് മൂവ് ഓൺ ചെയ്യുക കേട്ടോ. ഇനി ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, റിയാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ CH ട്രിപ്പിൾ ബോണ്ട് CH+HCl തന്നിട്ടുണ്ട്. എന്ത് പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, നമുക്കറിയാം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉണ്ടെങ്കിൽ അവിടെ അഡിഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ എങ്ങനെ എഴുതാം, CH2 ഡബിൾ ബോണ്ട് CHCl എന്ന് എഴുതാം. കാരണം എന്താണ്, ഇതിലുള്ള ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടേക്കും ഒരു ക്ലോറിൻ ഇങ്ങോട്ടേക്കും അറ്റാച്ച് ആവുന്നു. ട്രിപ്പിൾ ബോണ്ട് എന്തായിട്ട് മാറുന്നു, ഡബിൾ ബോണ്ട് ആയിട്ട് മാറുന്നു. അടുത്ത ഇക്വേഷൻ ചോദിച്ചത് എന്താണ്, n നമ്പർ ഓഫ് ദിസ് മോളിക്യൂൾസ് ഗിവ് ഡാഷ് അല്ലെ. അപ്പൊ ആ റിയാക്ഷൻ എനിക്ക് എങ്ങനെ എഴുതാം, n നമ്പർ ഓഫ് CH2 ഡബിൾ ബോണ്ട് CHCl. ഞാൻ റിയാക്ഷൻ നടത്തുന്ന സമയത്ത് എനിക്ക് എന്താ സംഭവിക്കുന്നത്, പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ് സംഭവിക്കുന്നത് അല്ലെ. പോളിമറൈസേഷന്റെ ഭാഗമായിട്ട് എനിക്ക് പോളിവിനൈൽ ക്ലോറൈഡ് ലഭിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് PVC ലഭിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ പറഞ്ഞു, നമ്മൾ അത് കണ്ടെത്തി കഴിഞ്ഞു. ഓപ്ഷൻ ബി, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ പ്രൊഡക്റ്റ് B ആൻഡ് ഗിവ് എനി വൺ യൂസ് ഓഫ് ഇറ്റ്. നിങ്ങൾ ഈ റിയാക്ഷൻ അവിടെ എഴുതി വെക്കുക, എന്നിട്ട് പറയാ പ്രൊഡക്റ്റ് B എന്ന് പറയുന്നത് PVC ആണ്, പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. പോളിവിനൈൽ ക്ലോറൈഡ് നമ്മൾ എവിടേക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്, പല സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാറുണ്ട്. 1 യൂസ് എന്നാ ചോദിച്ചത്, നമുക്ക് PVC പൈപ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാവുന്ന ഡയറക്റ്റ് ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. 3 മാർക്കാണ് നിങ്ങൾക്ക് അവിടെ കിട്ടിയത്. അപ്പൊ നിങ്ങൾ ആലോചിക്കാം, ഓരോരോ ചോദ്യം, ആ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാമാണോ മനസ്സിലായത് അത് നിങ്ങൾ ആദ്യം എഴുതി വെക്കുക, ആൻസർ ഷീറ്റിൽ എഴുതി വെക്കുക. എന്നിട്ട് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ദ അറ്റോമിക് നമ്പർ ഓഫ് എൻ എലമെന്റ് ഇറ്റ് ഇസ് 16. അറ്റോമിക് നമ്പർ 16 ആണെന്ന് തന്നിട്ടുണ്ട്. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. അറ്റോമിക് നമ്പർ 16 ആണെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ വരിക, 1s2 2s2 2p6
3s2 3p 6 7 8 9 10 11 12 13 14 15 16 അതായത് 3pയിൽ 4 ആണ് വരേണ്ടത്. 6 ഇലക്ട്രോൺസ് കൊള്ളും, എന്നാൽ എത്ര ഇലക്ട്രോൺസ് ആണ് വേണ്ടത്? 4 ഇലക്ട്രോൺസ്. കാരണം 2 + 2 4 + 6 10 10 + 2 12 13 14 15 16 അറ്റോമിക് നമ്പർ ചോദിക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രോണുകൾ എണ്ണം കൂട്ടിയാൽ മതി അല്ലെ. ഇനി അടുത്തത് എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോണ്ടന്റ് നമ്പേഴ്സ് n ആൻഡ് l ഓഫ് ദ ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഓഫ് ദിസ് വൺ. അപ്പൊ അതായത് 3p4 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് n വാല്യൂം അതുപോലെ തന്നെ l വാല്യൂം കണ്ടെത്തുക? n എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ, ഷെല്ലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ ഈ പറയുന്ന 3 എന്ന് പറയുന്നത് എന്താണ്? n വാല്യൂ ആണ്. ഏതൊരു ഔട്ടർമോസ്റ്റ് ഷെല്ലിലും നമ്മൾ ആ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന, നമ്മൾ കോയിഫിഷ്യന്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന നമ്പർ എന്താണ്? ഇറ്റ് ഇസ് ദ n വാല്യൂ. ഇനി l വാല്യൂയുടെ കേസ് നമ്മൾ എങ്ങനെയാ കണ്ടെത്തുക? l വാല്യൂ എന്ന് പറയുന്നത് s-ന്റെ, അത് നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു വെച്ചോട്ടോ. s ആണെങ്കിൽ 0, p ആണെങ്കിൽ 1, d ആണെങ്കിൽ 2, f ആണെങ്കിൽ എത്രയാണ്? 3 ആണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 3p4 ആണ്, p സബ്ഷെല്ലാണ്. അപ്പൊ p ആണെങ്കിൽ നമുക്ക് l വാല്യൂ എത്രയാ വന്നത്? l വാല്യൂ ഇറ്റ് ഇസ് 1 അല്ലെ. l വാല്യൂ എത്രയാണ്? 1 എന്നാണ് വന്നത്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. l വാല്യൂസ് അതായത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ് l എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓറിയന്റേഷൻസ് ഓഫ് ദ ഔട്ടർമോസ്റ്റ് ഷെൽ. ഇത് കണ്ടുപിടിക്കാൻ ഒരു ഈസി ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 2l+1 ആണ്. എന്താണ്? 2l+1. നിങ്ങളടുത്ത് ഓറിയന്റേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ മക്കളെ പഠിച്ചു വെച്ചോളൂ. സിമ്പിൾ ഫോർമുല എന്താണ്? 2l+1 ആണ്. അതായത് 2 × 1 + 1 that is equal to 3. അപ്പൊ നമുക്ക് എത്ര ഓറിയന്റേഷൻ കിട്ടി? 3 ഓറിയന്റേഷൻ കിട്ടി. ഇത്രയേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് കാണുന്നതെങ്കിൽ വേറെ എന്തൊക്കെയോ ആണ്, എത്രയോ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന ചോദ്യങ്ങളായിരിക്കാം. എന്നാൽ ഇനി അത് സ്കിപ്പ് ചെയ്യരുത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യുക. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ കാണാൻ പോകുന്നത്, നിങ്ങൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എക്സാമിനും എന്ത് ചെയ്തിരിക്കണം? തീർച്ചയായിട്ടും ആൻസർ ചെയ്തിരിക്കണം കേട്ടോ. അതേപോലെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ, ലൈക്കും ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂടാ. കമന്റ് ബോക്സിൽ ടീച്ചർ എന്ത് ചെയ്യാം? അതിനൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാം കേട്ടോ. എക്സാമിന്റെ മുന്നേ ചോദിക്കണം, എന്നാലേ നിങ്ങൾക്ക് അത് ഓണം എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്. എയും ബിയും പറയുന്ന എലമെന്റ് തന്നു, അതിന്റെ കുറച്ച് ക്ലൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏത് പീരീഡിലാണെന്നും ഏത് ഗ്രൂപ്പിലാണെന്നും തന്നിട്ടുണ്ട്. ഈ ചോദ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക ഈ രണ്ട് ഓപ്ഷൻസിന്റെയും ആൻസർ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ബോക്സിൽ അതിന്റെ ആൻസർ കമന്റ് ചെയ്യുക കേട്ടോ. ടീച്ചർ ചെക്ക് ചെയ്യുന്നതാണ്, ടീച്ചർ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. സോ വെറുതെ എന്ത് ചെയ്യരുത്, വിടരുത്. എക്സാം ആണ്, എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക്, അതായത് A+ തന്നെ നേടാൻ സാധിക്കട്ടെ. എന്നാൽ എങ്ങനെ നേടുള്ളൂ? നിങ്ങൾ എത്രത്തോളം അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ്. സോ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ഫസ്റ്റ് എക്സാം ഇസ് ദ ബെസ്റ്റ് എക്സാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ കാണാം. ബൈ.